ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ എൻ്റെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിതാ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ എന്നെ സ്നേഹിക്കണ നമ്മളെ ഗ്രൂപ്പിലുള്ള നമ്മളെ സ്വന്തം ഷാജിയേട്ടനാണ് കേട്ടോ. ചാലക്കുടിയിൽ നിന്നും വന്നതാണ്. അപ്പം ഞങ്ങൾ തലേന്ന് രാത്രി ശനിയാഴ്ച രാത്രി തന്നെ ഞങ്ങൾ വളവിൽ പോയതാണ് കേട്ടോ. ഞങ്ങൾ വളവിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഷാജിയേട്ടന് ഒരു സദ്യ തന്നെ അങ്ങോട്ട് ഒരുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഷാജിയേട്ടന് ബിരിയാണി നെയ്ച്ചോറ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സദ്യക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാട്ടോ. അപ്പം സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ സാധനം അധികവും വാങ്ങൽ. അപ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് അനീഷേട്ടൻ സാധനമൊക്കെ എടുത്ത് ബില്ലാക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പം ഞാനിവിടെ ഇവരോട് ചോദിച്ച് മുതലാളിനോട് ചോദിച്ച് ഇവിടേക്ക് ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും കാണാമല്ലോ ഞങ്ങളെ വളവിലെ ഒരു സൂപ്പർ മാർക്കറ്റ് അടിപൊളിയാട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ വേറെ എവിടെയും പോയി ഒന്നും വാങ്ങണ്ട കേട്ടോ. പച്ചക്കറി ആയാലും എന്ത് തന്നെയായാലും ഇവിടെ സ്റ്റോക്കാണ്. അതുകൊണ്ട് എന്താ പറയുക ഈ ഒരു ഇഷ്ടമാണ് ഈ കടേനോട് കേട്ടോ. അതുകൊണ്ട് അനീഷേട്ടൻ എപ്പോഴും അവിടെ പോയിട്ടാണ് വാങ്ങുക. അപ്പോൾ ബില്ലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചേച്ചി വീഡിയോ എടുത്തിട്ട് ഇത് പബ്ലിക് ആവില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ പറയും പബ്ലിക് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, സന്തോഷമായിട്ടോ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് മുതലാളി കയറി വന്നതൊക്കെ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്താ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇടാനാണ്. അപ്പോൾ കുഴപ്പമില്ല കുട്ടിയെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് അതിലേറെ വലിയ സന്തോഷമായി. അങ്ങനെ അവിടുത്തെ സാധനമൊക്കെ വാങ്ങിയതാ നേരെ ഓരോ ഇപ്പുറത്തെ സൈഡിലുള്ള അവിടെ നിന്ന് പച്ചക്കറി വാങ്ങും കേട്ടോ. ഇത് പച്ചക്കറിയും എല്ലാം കൂടി അടങ്ങിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്ന് അരി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അനീഷേട്ടൻ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ അവിടെ സാധനം എടുത്ത് കൊടുക്കണേ അവിടുത്തെ സ്റ്റാഫാട്ടോ. നല്ല സ്നേഹമുള്ളവരാണ്. എപ്പോൾ ചെന്നാലും ഭയങ്കര കാര്യമാണ് കേട്ടോ ഇവർക്കൊക്കെ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സാധനം എടുത്ത് തരാനായിട്ടും നമ്മളെ കൂടെ നടന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ അതാ നമ്മളെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തിയതാ. തലേന്ന് എല്ലാം സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ പിറ്റേന്ന് ഇന്ന് ഞായറാഴ്ച രാവിലത്തെ വിശേഷമാണത്. അനീഷേട്ടൻ 3 മണിക്ക് എണീച്ച് ഞാനിതാ ഒരു 5 മണിയാകുമ്പോൾ ഞാനും എണീച്ചിന് കേട്ടോ. അനീഷേട്ടൻ എണീച്ച് എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വെക്കട്ടെ. നമ്മൾ ടേബിളുമിലാണ് കേട്ടോ എല്ലാം നിരത്തി വെച്ചത്. അപ്പം ഞാൻ 5 മണിയാകുമ്പോഴും എണീച്ച് മുഖമൊക്കെ കണ്ടില്ലേ ഉറങ്ങി എണീച്ച് വന്നൊരിതാണ്. അപ്പോൾ അനീഷേട്ടൻ എല്ലാ കഷ്ണം മുറിച്ച് വെച്ചോണ്ട് ഇനി എല്ലാം പാചകം ചെയ്തെടുക്കണം. അപ്പോൾ അനീഷേട്ടൻ അവിടെ മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നതാട്ടോ. വേഗം ചായ ഉണ്ടാക്കാം, കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഇന്ന് ചായ ഉണ്ടാക്കിക്കോ, കടി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാം കൂടി നടക്കില്ല, ഇന്ന് ചായ മാത്രമേ റെഡിയാക്കിക്കാം, മൂക്ക് ട്യൂഷന് പോവാണ്ടല്ലോ. അപ്പോൾ കട്ടൻ ചായയോ വേറെ എന്തെങ്കിലും തിന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കട്ടൻ ചായ ഉണ്ടാക്കാം കേട്ടോ. 5 മണി തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് സമയം നോക്കി അലാറം വെച്ചൊക്കെ എണീച്ചതാണ്. അപ്പോൾ ഇനി അതൊന്ന് കട്ടൻ ചായ ആക്കി എടുക്കുക. അപ്പോൾ ഗ്യാസ് എത്തിക്കട്ടെ കേട്ടോ. രാത്രി എല്ലാം തുടച്ചിട്ട് അടുക്കളൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇട്ടിട്ടാണ് കിടക്കാൻ പോവുക. എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ 12 മണി കേട്ടോ. കാരണം ലൈവ് ഇടലും എല്ലാം കഴിയുമ്പോൾ തന്നെ 10:30 ആവുമല്ലോ. അപ്പോൾ പിന്നെ ചോറൊക്കെ തന്നു പാത്രമൊക്കെ കഴുകിച്ച് സമയം ഒരു കണക്കാണ്. അങ്ങനെ സാമ്പാറിനുള്ളതും പിന്നെ കൂട്ടുകറിക്കുള്ളതും എല്ലാം ഉണ്ട്, അവിയലിനുള്ളതും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കട്ടോ. എൻ്റെ ചേട്ടൻ പാവം കേട്ടോ, സത്യം പറയിച്ചാൽ ഭയങ്കര ഹെൽപ്പായിട്ടൊന്ന് ചെയ്തത്. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ഈ കിടന്നുകൊണ്ട് ഞാനൊരു 5 മണിയാകുമ്പോഴേക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം എൻ്റെ ചേട്ടൻ നേരത്തെ എണീച്ച് അലാറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചേട്ടൻ എണീക്കണം എന്ന് തോന്നി എൻ്റെ ചേട്ടൻ ഏതൊരു സമയത്തും എണീക്കും കേട്ടോ. അങ്ങനെ എല്ലാം മുറിച്ചുകൊണ്ട് നിന്ന് ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട് മുറിക്കാണ്ട്. അപ്പം ഞാനൊന്നും കൂടി വന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ പറയുകയാണ് ഞാനാട്ടോ കൂട്ടുകാരെ ഇതൊക്കെ മുറിക്കണമെന്നൊക്കെ ആട്ടോ പറയുന്നത്. അപ്പോൾ അതൊക്കെ മുറിക്കട്ടെ, ഞാൻ വേഗം അടുക്കളയിൽ പോയി തീ എത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുപ്പിലെ വെണ്ണീരൊക്കെ ഉഷാറായി വാരി സെറ്റാക്കിന്. എന്തായാലും ഒരു ഉറക്കച്ചടവുണ്ട് കേട്ടോ. കാരണം ഉറക്കം ഉണ്ടായിട്ട് കുറേ ദിവസമായി. ഇപ്പം ഈ ഭയങ്കര തിരക്ക് പോലെയാട്ടോ. എന്നാലോ വലിയ തിരക്കില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു തിരക്കാണ്. അപ്പോൾ വേഗം ഞാൻ ചീനച്ചട്ടിയിലാട്ടോ ഇതെല്ലാം ഉണ്ടാക്കണത്. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കണോ. അത്യാവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എന്നാലും മക്കൾക്ക് ഇഷ്ടമാണ്, എന്നാലും ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ വേണ്ട കഷ്ണങ്ങൾ കേട്ടോ. ക്യാരറ്റ്, പയറ്, ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ മുരിങ്ങക്കായ, പച്ചക്കായ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇട്ടണേ.
അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കുഞ്ഞ് അവിയൽ കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്, എനിക്ക് അറിയണ പോലെയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണത് ഒരുപോലെ ആയിരിക്കില്ല, അതുപോലെയാണ് കേട്ടോ. അപ്പം ഇതിൽ എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ എനിക്ക് അറിയാവുന്ന രീതി, ഞാൻ വലിയൊരു പാചകക്കാരിയൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഏത് രീതിക്കാ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പല രീതികളുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്, അല്ലേ? പല രീതികളുണ്ട്, നമുക്ക് അറിയാത്ത രീതികൾ വരെ ഉണ്ട്. കാരണം പല വീഡിയോയിലും പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ലോണം പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ തീ പിടിച്ച് കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ കിടന്ന് കളിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഗ്യാസുമിൽ എല്ലാം കൂടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ തീ കത്തി കഴിഞ്ഞാൽ അടുപ്പിനെ എന്താ പറയുക, ഗ്യാസിനേക്കാളും നല്ല ചൂടുമാണ്. നല്ല വിറകാണെങ്കിൽ നല്ല ചൂടായിട്ടുണ്ടാവുക. അപ്പം ഞാനത് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതാ സൂപ്പറായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതൊന്ന് മൂടി വെച്ച് ഇനി അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്ക് നമ്മളെ ചായേൻ്റെ വെള്ളമൊക്കെ തിളച്ചിന് കുറച്ച് പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ആരും എണീച്ചിട്ടില്ല, നന്ദുമോളും അമ്മയും അബിയൊന്നും എണീച്ചിട്ടില്ല, ഞാനും അനീഷേട്ടനും മാത്രമേ എണീച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊരു 10 മണിയാകുമ്പോഴേക്കെങ്കിലും അടുക്കളത്തെ പണി കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീച്ചത് കേട്ടോ. ഇതൊക്കെ ഇനി എപ്പോഴാണ് കഴിയാമെന്ന് പോലും അറിയില്ല സത്യത്തിൽ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ലോണം തീയൊക്കെ കത്തിച്ചു കൊടുത്ത് നല്ലോണം വേവുണ്ട് കേട്ടോ. സംഭവമൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല തീ കത്തണോണ്ട് തന്നെ ഭയങ്കര ചൂടാട്ടോ, കൈ വെക്കാൻ വയ്യ. അപ്പം കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിന്. കറിവേപ്പിലേൻ്റെ ഈ വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് ചെല്ലുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതായിട്ട് വരും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അത് അവിടെ ഒന്ന് വേവുമ്പോഴേക്ക് നമുക്കിവിടെ കൂട്ടുകറി ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അതിലേക്ക് ചേന കഷ്ണമാക്കിയത്, പച്ചക്കായ കഷ്ണമാക്കിയത് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കണുള്ളൂ. ഇത് നമുക്ക് കടല കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾ കടല പരിപ്പ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് നമുക്ക് ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുക്കറിൽ ഉണ്ടാക്കാൻ വിചാരിക്കാം കേട്ടോ. കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ലേശം. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരോ വീട്ടിലെ ആൾക്കാർ എങ്ങനെയാണ് എരിവ് കൂട്ടുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് വേഗം നമുക്ക് കുക്കറിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു കുഞ്ഞു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഗ്യാസുമ്മ വെച്ചിട്ട് ഒരു 2-3 വിസിലടിക്കുക. കാരണം ആ പരിപ്പൊന്ന് വെന്ത് കിട്ടണം, കഷ്ണങ്ങൾ വല്ലാതെ ഉടയരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സദ്യേൻ്റെ ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു വട്ടം രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു സദ്യവട്ടം എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ഇതിലേക്ക് എല്ലാത്തിലേക്കും തേങ്ങ ഞാൻ ചിരവി എടുക്കുന്നുണ്ട്. അപ്പം വേണ്ടത് അവിയലിലേക്കും ഈ കൂട്ടുകറിയിലേക്കാണ് തേങ്ങ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വേഗം അരച്ചെടുക്കാൻ വിചാരിക്കട്ടോ. പച്ചമുളക് ഇട്ടണ്, ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കറിവേപ്പില ഇട്ടിട്ട് അരക്കണില്ല കേട്ടോ. അതിനോട് എനിക്കിഷ്ടമില്ല. കറിവേപ്പില ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ചുവയ്ക്കൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് അരക്കില്ല. ഞാൻ കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഓവറായിട്ട് അരയരുത്, ഒന്ന് ചതച്ച പോലെ ആക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇനി അതിൻ്റെ ആ മിക്സ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടയാതെ, കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ല കട്ട തൈര് അവിടെ കൊണ്ടുവച്ചിന് കേട്ടോ. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം വാങ്ങിയതാണ്. നല്ല തൈരാട്ടോ, അവിടെ നിന്ന് വാങ്ങിയ അങ്ങനെ ഓവർ പുളിയൊന്നും ഇല്ലാത്തൊരു തൈരാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. ഓവർ പുളി കൂടിയ തൈരാകുമ്പം ഭയങ്കരമായിട്ടൊരു പുളി കൂടുമ്പോൾ നമുക്ക് തിന്നാൻ തന്നെ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് നല്ല പുളി കുറഞ്ഞ തൈരുണ്ട്. ഇതൊന്ന് ഇതിൽ കിടന്ന് ഒന്ന് ഈ തേങ്ങ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റായാൽ നമുക്കത് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പം കഷ്ണങ്ങൾ ഉടയാതാണ് കേട്ടോ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇളക്കി ഞാൻ അനീഷേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ, കഷ്ണം അടിപൊളിയായിട്ട് വെന്തണല്ലോ എന്നുള്ളത്. അപ്പം ചേട്ടൻ പറയാം, അടുപ്പത്ത് വെച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആളവിടെ പണിയിലാണ്, ഒരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, മൂപ്പര് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തൈരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുഴച്ച് മറക്കിയല്ല, മെല്ലെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് ഇളക്കിയെടുത്ത് അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാവുക കേട്ടോ ഈ കറിവേപ്പിലേൻ്റെയും. അപ്പോൾ അതൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കൊണ്ടുപോയി ചൂടാറാൻ വേണ്ടി ഒന്ന് വെക്കുക. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. കാരണം ഈ ചീനച്ചട്ടി നമുക്ക് ഇനിയും പരിപാടികളുണ്ട് ഈ ചീനച്ചട്ടിയിൽ. അതുകൊണ്ട് അതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേവി ആക്കി തന്നെയാണ് കേട്ടോ എടുത്തത്. എനിക്ക് അതാണ് ഇഷ്ടം. വെറും കഷ്ണം അങ്ങനെ ഇതാക്കി എടുത്തതല്ല, കുറച്ച് ഗ്രേവി കൂട്ടി തന്നെയാണ് ഇട്ടത് കേട്ടോ. അപ്പം പുളിങ്കറിക്ക് വേണ്ട സാധനം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് പുളിവെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാനിതാ ശർക്കര ഇതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിന്, പുളി എടുത്ത് വെച്ചിന്. അപ്പം ഈ കുക്കറിലുള്ള സംഭവമൊക്കെ വെന്തിന് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ശർക്കര ലായനി അതിൽ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അരി വറക്കണം, ഉലുവയൊക്കെ വറക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ പണികളും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒന്ന് അടുപ്പത്തും ഒന്ന് ഗ്യാസുമ്മിലും അങ്ങനെ വെച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കടലപ്പരിപ്പും കായൊക്കെ വെന്തപ്പോൾ ഇതിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടൊന്ന് അതൊന്ന് മധുരം വരാൻ വേണ്ടിയിട്ട് അതൊന്നങ്ങനെ ചെറുതായിട്ട് തീ കത്തിച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ശർക്കര അതിൽ തന്നെ അലിഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞ് ഇതാ ഉലുവയും കൂടി ഒന്ന് വറുത്തെടുത്ത് ഇനി ഇത് രണ്ടും ഒന്ന് പൊടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഉലുവേൻ്റെ ഒക്കെ ഫ്ലേവറാണ് നമുക്ക് പുളിങ്കറിയിലൊരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലൊരു മൂപ്പാക്കി എടുക്കണം. ഓവർ കരിയരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ പോയി. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്ത് അരി വറുത്തെടുത്ത് ഒക്കെ ചെയ്തിട്ട് ഇതാ പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് പുളി ഇഷ്ടം പോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല കട്ടിയുള്ള പുളിങ്കറി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പുളി നല്ലോണം പിഴിഞ്ഞ് നല്ല അടിപൊളി പുളിയാണ് കിട്ടിയത്. അതുകൊണ്ട് അത് പിഴിഞ്ഞിട്ട് ഇതാ ഞാൻ സെറ്റാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പുളി തിളപ്പിക്കുമ്പോൾ തന്നെ ഒരു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിട്ട് ഒരു ശർക്കര ഇട്ട് കൊടുത്ത് അതൊക്കെ തിളച്ച് തൂവിയതാണ് കേട്ടോ അടുപ്പുമ്മിലൊക്കെ, അല്ലാതെ അടുപ്പ് വൃത്തിയാക്കാതെ വെച്ചതല്ല കേട്ടോ. ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടേ അടുപ്പൊന്ന് വൃത്തിയാക്കുള്ളൂ. ഞാൻ എന്നും രാത്രി എല്ലാം തേച്ചൊരച്ച് കഴുകിയിട്ടാട്ടോ കിടന്നുറങ്ങുക. അപ്പോൾ ഇപ്പോൾ ശർക്കര തിളച്ച് ചിന്തിയതാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് അതൊരു വൃത്തികേടായിട്ട് ആരും കാണരുത്. ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് വൃത്തി ആക്കുള്ളൂ കേട്ടോ. കാരണം ഓരോരോ പണി ഇങ്ങനെ തിരക്കിട്ട് എടുക്കുകയാണ് കേട്ടോ. നല്ല ടെൻഷനിലാണ് എല്ലാം ചെയ്യുന്നത്. കാരണം ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കണതല്ലേ, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയല്ലല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ശർക്കരയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇത് നല്ല പാകമായി വന്നിന്. അതിലേക്ക് നമ്മൾ ആ കൂട്ടൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ഇതൊക്കെ കൂട്ടരച്ച് ചേർത്തിട്ട് ഞാനിപ്പോഴത്തെ കണ്ടല്ലോ നല്ല ജീരകമൊക്കെ അരച്ച് ചേർത്തിട്ട് ഇതാ അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കുറച്ച് ഒരു ഗ്രേവി പോലെ തന്നെയാണ്, എന്നാലും അത് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ചോറിലേക്കൊക്കെ ഒന്നിങ്ങനെ കുഴച്ച് തന്നണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രേവി വേണം. അപ്പം ശർക്കര അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു അത്യാവശ്യം മധുരത്തിൽ തന്നെ നിന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഞാൻ ആ തേങ്ങ അരച്ചൊന്ന് ശരിയാക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പുളിങ്കറിയിലേക്ക് ശർക്കര ആവശ്യത്തിനുള്ള ഇനിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ടത് നമുക്ക് അതിലേക്ക് മധുരമൊന്നും പാകല്ല, അതൊന്ന് ഇട്ട് കൊടുക്കണം ഇനിയാണ്. ഇപ്പം ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുത്ത് ഇനി ഇത് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ആ കൂട്ടുകറിയിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇനി റെഡിയാക്കി എടുക്കണ്ടേ. അതിലും വേണം കേട്ടോ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് വറവിട്ട് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും ചെയ്തെടുക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. അനീഷേട്ടൻ അങ്ങനെ ഹെൽപ്പുള്ളതുകൊണ്ട് കേട്ടോ സത്യത്തിലും രാവിലെയൊക്കെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. പിന്നെ നന്ദുമോൾക്ക് രാവിലെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് തീരെ നടക്കൂല ഒന്നും, അതാണ്. അല്ലെങ്കിൽ അവളൊക്കെ എന്തെങ്കിലും സഹായിച്ചു തരും. അങ്ങനെ ഞാനിത് ആ കൂട്ടുകറിയിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അത്യാവശ്യം ഡാർക്ക് ആവണ വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റേതായ ഒരു രീതിക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അപ്പം ആരും ഒന്നും പറയരുത് കേട്ടോ. കാരണം എനിക്ക് അറിയണ ആ ഒരു രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല കേട്ടോ. പറയണ പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ കൂട്ടുകറി സെറ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഗ്രേവി കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടോ. ഇനി അതിലെന്താ വെള്ളം എന്ന് ചോദിക്കരുത്, വെള്ളമല്ല.
എല്ലാം കൂടി കുറച്ചൊന്ന് മിക്സായിട്ട് അങ്ങനെ ആവണതാട്ടോ. തേങ്ങയും കൂടി അരച്ച് കൊടുത്തില്ലേ നമ്മൾ, അതുകൊണ്ടാട്ടോ അതങ്ങനെ ഗ്രേവി ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഇനി ഒന്ന് അതിലേക്കും കൂടി ഒന്ന് വറവിട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വറ്റൽമുളകും കറിവേപ്പിലയും കടുക് പൊട്ടിക്കലും ഒക്കെ ആയിട്ട് റെഡി ആയിന് കേട്ടോ. ഇതന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് പണിയുള്ളത്. എല്ലാം ഇങ്ങനെ വറവിട്ട് കൊടുക്കൽ തന്നെയാണ് പണി കേട്ടോ. അതുകൊണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നമുക്ക് ഇന്ന് അത്യാവശ്യം ചിലവ് തന്നെയാണ്. അപ്പം കൂട്ടുകറിയിലേക്ക് ഇതാ ഞാനൊന്ന് വറവിട്ട് കൊടുത്ത്. സമയം എത്രയായെന്ന് അറിയാം നിങ്ങൾക്ക്, 7 മണി 7:30 ഒക്കെ ആവണേ ഉള്ളൂ. അപ്പോഴേക്കും അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ ചെയ്ത് തുടങ്ങി കഴിയാനായി തുടങ്ങിയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് മുഖമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സത്യത്തിലും, പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര നല്ലോണം തിളച്ച് സെറ്റായിട്ടോ, പുളിയൊക്കെ നല്ലോണം വെന്ത്. അപ്പോൾ അതിൽ ഞാൻ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തതാട്ടോ വേവിക്കുമ്പോൾ തന്നെ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇനിയുള്ള കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ ഇതുപോലെ വഴറ്റിയിട്ടാട്ടെ ഇനി ഇട്ട് കൊടുക്കുക. ഇതിലാദ്യം കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ അതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി ആ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ട് ഇതാ പിന്നെ പൈനാപ്പിൾ കൊണ്ടൊരു കിച്ചടി, പച്ചടി എന്നൊക്കെ പറയാം. അപ്പം ഞാനിതൊരു പച്ചടി കേട്ടോ, പൈനാപ്പിൾ പച്ചടി എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് വേണ്ട ചുവന്നമുളക് പൊടി, ഉപ്പ്, പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അത് ആവശ്യത്തിന് മുളക് പൊടി, ഒരു നൈസായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ പൈനാപ്പിൾ ഇനി ഒന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെയാട്ടോ വെച്ചത്. നല്ല തീക്കണലുള്ളതുകൊണ്ട് അടുപ്പത്ത് തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയും കടുകും അരയ്ക്കണം കേട്ടോ. ഇത് അരയ്ക്കുമ്പം കടുക് അരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ പച്ചടീൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ കുറച്ച് നല്ല ജീരകം കേട്ടോ. നല്ല ജീരകം മസ്റ്റാണ് എല്ലാത്തിലും, അതും ടേസ്റ്റ് കൂടാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഓവറായിട്ട് അരയേണ്ട, നേരത്തെ അരച്ചതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് 2 തിരിക്കൽ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചതഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉഷാറാക്കിയെടുത്ത് ഇനി വേഗം സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കണം. സാമ്പാറിന് ഞാൻ വേഗം പരിപ്പും ഉള്ളിയും ബാക്കി കുറച്ച് വേവുള്ള സാധനങ്ങളും കൂടി കുക്കറിലിടാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പിന്നെ വിചാരിച്ച് വേണ്ട, എല്ലാം അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാം, പരിപ്പും ഉള്ളിയും വേവിച്ചെടുത്താലോ വിചാരിച്ചിട്ടോ. ബാക്കിയെല്ലാം അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പരിപ്പ് ഇനി അങ്ങനെ വേവാനൊന്നുമില്ല, ഒന്ന് വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ, പരിപ്പ് അല്ലെങ്കിൽ കലങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് ഇതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. ആവശ്യത്തിന് മതി. നമ്മളെ ഒരു കുക്കർ കേട് വന്നു പോയി, അതുകൊണ്ട് ഇപ്പോൾ ഒരു കുക്കർ മാത്രമേ ഉപയോഗിക്കാനായിട്ടുള്ളൂ. മറ്റേതിൻ്റെ വിസിലിന് ഭയങ്കര പ്രോബ്ലം, ആവി പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കൽ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കലക്കി ഇനി ഇതൊന്ന് ഗ്യാസുമ്മൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പും ഉള്ളിയും ഒന്ന് വേവിച്ചിട്ട് വേണം നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മളെ കുറച്ച് പണികൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി തന്നെ പറയാം കേട്ടോ. ചായ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചായയും കുടിക്കണം, വിശന്നിട്ടും വയ്യ. അപ്പോൾ എന്തായാലും പുളിങ്കറിയിലേക്കും കൂടി വറവിടുക. അപ്പം വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കടുകിട്ട് പൊട്ടിച്ചതും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് അത്യാവശ്യം മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിലിട്ട സ്പോട്ടിൽ എടുക്കാൻ പറ്റില്ല. അതാ നല്ലോണം വഴന്നുണ്ട് കേട്ടോ. നമ്മളെ വറ്റൽമുളകിന് മാറ്റം വന്നത് കണ്ടോ, കളർ മാറ്റമൊക്കെ വന്നത് കണ്ടോ. അങ്ങനെ അത് പുളിങ്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ബിരിയാണി വേണ്ട, നെയ്ച്ചോറ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അനീഷേട്ടൻ ഉണ്ടാക്കും ബിരിയാണിയൊക്കെ. അപ്പോൾ അതെന്തായാലും വേണ്ടാന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ആളറിയാതെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ സത്യത്തിൽ. അപ്പം ഇതാ നമ്മളെ പുളിങ്കറി നല്ല അടിപൊളിയായില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറയാച്ചാൽ രുചിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കട്ടിയിലുണ്ടാക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉലുവാപ്പൊടിയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, ഉലുവാപ്പൊടിയും അരിപ്പൊടിയും കൂടി കേട്ടോ. അങ്ങനെ നമ്മളെ പുളിങ്കറി അവിടെ സെറ്റായി, കൂട്ടുകറി സെറ്റായി. പിന്നെ ഇതാ ഇപ്പം ഈ പച്ചടിയും കൂടി ഇവിടെ സെറ്റാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്
കുറച്ച് ആ തേങ്ങ ചതച്ചത് നമ്മൾ കടുക് കൂട്ടിയൊക്കെ അരച്ചതില്ലേ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതും കൈതച്ചക്ക അത്യാവശ്യം നല്ലോണം വെന്തിന്, പക്ഷെ ഉടയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഉടയരുത്, ഉടഞ്ഞാൽ പിന്നെ ഇതൊന്നും എടുത്ത് തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഉടയാതെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നല്ലൊരു മണം വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പത്തുനിന്ന് ഒന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് നല്ല തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരൊക്കെ അടിപൊളിയായിട്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് തന്നെ തൈര് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. ഇതും അതുപോലെ ഉടയാതെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ഉടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് തിന്നാൻ കിട്ടൂല, എല്ലാം ജാമ് പോലെ ആയി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടയാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തവി ഉപയോഗിച്ച് ഇളക്കി കൊടുത്താൽ അതിനങ്ങനെ എന്താ പറയുക, ഉടച്ചിൽ വരില്ല. അങ്ങനെയായി ഏകദേശം പണിയൊക്കെ കഴിയാനായി തുടങ്ങിയപ്പോൾ അതാ ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിന്. അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെക്കുമ്പോൾ എന്താ പറയുക, സുഖം, തീ ഇങ്ങനെ കത്തിച്ച് കൊടുക്കണ്ട, അതിലുള്ള കണലിനനുസരിച്ച് നമുക്ക് അങ്ങനെ പാത്രങ്ങൾ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതൊരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട വറവിടലാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ ഇതിൽ. അപ്പം അടുപ്പൊന്ന് വെറുതെ തീ പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പത്തേക്ക് തന്നെ മാറ്റി. ഗ്യാസുമിൽ വെക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. അങ്ങനെ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നമ്മളങ്ങനെ വഴറ്റിയെടുക്കല്ലോ ചെയ്യുമ്പോൾ അല്ലേ. അങ്ങനെ ഇത് വഴറ്റിയെടുത്തിട്ട് നമുക്കിനി പൈനാപ്പിളിൻ്റെ പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റേതായൊരു രീതിയാണേ. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്താം, മാറ്റങ്ങൾ ചെയ്യണവരുണ്ടായിരിക്കാം, പല പല രീതിക്ക് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത് അത്യാവശ്യം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ ഉണ്ടാക്കി നോക്കാതെ അല്ലേ. അപ്പോൾ അതാ നമ്മളെ പൈനാപ്പിൾ പച്ചടി അടിപൊളിയായിട്ട് റെഡിയായി കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. രസം എന്ന് പറയുന്നത് ടേസ്റ്റും ഉണ്ട്, കാണാനും ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചതും ചോറിൻ്റെ വെള്ളം തിളച്ചപ്പോൾ അത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം സമയം ഒരു 9 മണി 9:30 ആയി ഉണ്ടായിരിക്കാം. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, സമയം വരെ നോക്കിയിട്ടില്ല സത്യത്തിൽ പേടിച്ചിട്ട്. കാരണം സമയം വൈകുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട്, ഇത് എപ്പോഴാണ് ആവുക എന്നുള്ള ടെൻഷൻ കൊണ്ടൊക്കെ ഭയങ്കര ടെൻഷനായി ഇന്നത്തെ ദിവസം. ആൾ വരുമ്പോഴേക്കും എല്ലാം റെഡി ആവണ്ടേ. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പത്ത് വെച്ച് അനിശേട്ടൻ എന്താ പായസം ഉണ്ടാക്കാനുള്ള തിരക്കിൽ സേമിയൊക്കെ വറക്കുകയാണ് കേട്ടോ. അപ്പം പായസത്തിൻ്റെ കാര്യം അനീഷേട്ടൻ നോക്കി, സാമ്പാറിൻ്റെ കാര്യവും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ തിളച്ചിട്ടോ, മസാലയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം തിളച്ചിന്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ച്, ഒരു ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ എല്ലാം ഒഴിവാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 2 ചീനച്ചട്ടിയേ ഉള്ളൂ. ഒന്നിൽ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പിന്നെ ഇങ്ങനെ കഴുകി ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുറച്ച് കായ എടുത്ത്, അത്യാവശ്യം കായ കേട്ടോ, അതിലേക്ക് കായൊന്നിങ്ങനെ വറുത്തെടുത്താലല്ലേ നമുക്ക് ഈ സാമ്പാറിലേക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ആദ്യം മൊരിപ്പിച്ചെടുക്കാൻ വിചാരിച്ച്. മിക്സിയിൽ അരഞ്ഞ് കിട്ടണമെങ്കിൽ ആ കായ ഒന്ന് മൊരിയണം. അപ്പോൾ പിന്നെ ഇനി തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അനീഷേട്ടൻ നോക്കുന്നുണ്ട്, ഇത് കഴിയുമോ, എപ്പോഴാണ് കഴിയുക, സമയമായി തുടങ്ങിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതും കൂടി അല്ലേ ഉള്ളൂ, സാമ്പാറും പപ്പടവും ഉപ്പേരിയും കൂടി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. പായസത്തിൻ്റെ പണി പിന്നെ അനീഷേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് വലിയ ടെൻഷനില്ല. അപ്പം അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തായാലും ഇതൊന്ന് വറുത്തെടുക്കട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചാൽ ശരിയാവില്ല, കാരണം അടുപ്പിൽ നല്ല കണലായതുകൊണ്ട് ചിലപ്പം തേങ്ങ നമ്മൾ ഒരു കൈ അനക്കം ഇല്ലാണ്ടായാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കരിയാതെ എടുത്താലേ സാമ്പാറിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തെന്നെ ആയാലും ഇതാ തേങ്ങ വറുത്ത് നല്ല ഏകദേശം ഒരു ഇതായി വരുന്നുണ്ട് കേട്ടോ, കളർ ചേഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. തേങ്ങ ഇട്ട പാടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടൂല, കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെയാണ് ഇന്ന് ചെയ്തതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ്റെ പായസം അവിടെ ഉഷാറായിട്ട് അടുപ്പത്ത് അങ്ങനെ തിളയ്ക്കാനായി നിൽക്കുന്നുണ്ട്. പാലക്കൊഴിച്ച് സേമിയൊക്കെ ഇട്ട് ഉഷാറായാണ്. ഇന്ന് പായസമൊക്കെ കുടിക്കണം നമുക്ക്. അപ്പോൾ സാമ്പാറും ഇവിടെ അത്യാവശ്യം കഷ്ണമൊക്കെ വെന്തിട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായി, ആൾ വരുമ്പോഴേക്ക് എന്തായാലും ആവുമല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പോൾ നമ്മളെ തേങ്ങയും ഇതാ അത്യാവശ്യം വറവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് നല്ല സൂപ്പർ വറവ്, കരിഞ്ഞിട്ടുമില്ല,
ഓവറായിട്ട് അങ്ങോട്ട് മൂത്തിട്ടില്ല കേട്ടോ, ഒരു മീഡിയം നല്ല, എന്നാലും എല്ലാ തേങ്ങയും നല്ല വറവായന് കേട്ടോ. ഇനി ഇത് അരച്ച് നമുക്കൊന്ന് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. തേങ്ങ ഒന്ന് ചൂടാറാതെ നമുക്ക് മിക്സിയിലിടാൻ പറ്റൂല. അപ്പം അമ്മനെ കൊണ്ട് പറ്റണ എല്ലാ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ 5 മണിക്ക് അടുക്കളയിൽ കയറി, അനീഷേട്ടൻ 3 മണിക്ക് ഈ കഷ്ണങ്ങളൊക്കെ മുറിക്കൽ തുടങ്ങിയതല്ലേ. അപ്പം അനീഷേട്ടന് എന്നെയും സഹായിക്കാം. അമ്മ എണീച്ചപ്പം പിന്നെ അമ്മയും വന്ന്, പിന്നെ നന്ദുമോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ നന്ദുമോളെ കൊണ്ട് കഴിയണ പണിയൊക്കെ നന്ദുമോളും ചെയ്തെന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമാട്ടോ, ഇന്നത്തെ ഞായറാഴ്ച. പക്ഷെ അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞത് ചാലക്കുടിയിൽ നിന്നുമാണ് ആൾ നമ്മളെ കാണാനായിട്ട് ഈ കോഴിക്കോട്ടേക്ക് വരുന്നത്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളെപ്പോലെ എൻ്റെ ഈ കൂട്ടുകാരെ പോലെ തന്നെ ഞങ്ങളെ നല്ല അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ കേട്ടോ ഞങ്ങളെ സ്നേഹിക്കുന്നത് ആ ഏട്ടൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ആൾ വരണതിൽ. അപ്പം വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് എന്താ പറയാന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ആ സന്തോഷം കൂട്ടുകാരൊന്ന് അറിയിച്ചേന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ അനീഷേട്ടൻ്റെ പായസത്തിൻ്റെ ഇതായി ഞാൻ പയറുപ്പേരി അടുപ്പത്ത് വെച്ച്, അപ്പം അണ്ടയും മുന്തിരിയൊക്കെ മൂപ്പിച്ചിടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓവർ കരിയിക്കാതെയാണ് മൂപ്പിച്ചെടുക്കുക. ഇരുണ്ട കളറാക്കി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണത്. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞ് ചൂടാറി ഞാനത് അരച്ച് ഇനി അതൊന്ന് സാമ്പാറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സംഭവം ഇന്ന് എല്ലാം ഉഷാറായിന് കേട്ടോ. എങ്ങനെ ഉഷാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ വന്ന നമ്മുടെ ഷാജിയേട്ടനും നല്ല ഇഷ്ടമായിന് ഇന്നത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ എന്താ പറയുക, ഒരു സന്തോഷമല്ലേ നമുക്കിങ്ങനെ കേൾക്കുമ്പോഴേ. അങ്ങനെ അമ്മ അവിടെ ചോറ് ഊറ്റി സഹായിക്കുന്നുണ്ട്, ഞാനിവിടെ കറിയും. ഇനി ഈ കറി ഒന്ന് വറവിടാനൊക്കെ ഉള്ളൂ. അത് വറവിടാൻ ഇനി ഇതൊന്ന് തിളയ്ക്കേണ്ട ഒരൊറ്റ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നന്ദുമോൾ ഇങ്ങനെ ഇളക്കി സഹായിക്കുന്നുണ്ട്. പാവം, അമ്മൻ്റെ പണി കഴിയുമോ, ഇനി ഒരു വരുമ്പോഴേക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്ക് കേൾക്കുമ്പോൾ ടെൻഷനും ആവുക. എന്തായാലും നമ്മളെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് പേര് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് വരാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളെ വിഭവങ്ങളൊക്കെ ഒരുങ്ങി, പഴം വരെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് നമ്മൾ മറ്റേ എന്തുണ്ടല്ലോ, വറുത്തപ്പേരിയും ശർക്കരപ്പേരി മാത്രം വാങ്ങാൻ മറന്നു പോയിട്ടോ കൂട്ടുകാരെ, സത്യമായിട്ട് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ചില്ലറ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. എന്നാലും നമ്മളെ സദ്യ മിനിമം തോതിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷാജിയേട്ടൻ വന്ന് കുറച്ച് നേരമായി കേട്ടോ. ഷാജിയേട്ടൻ വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഷാജിയേട്ടൻ അതാ വന്നിട്ടുണ്ട്. കുറേ സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരുന്ന്. അപ്പോൾ ഷാജിയേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് വില മതിക്കാനാവാത്ത ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാനാവാത്ത ഗിഫ്റ്റ് തന്നെയാണ്. ഞങ്ങളിങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല കേട്ടോ. സത്യം പറയാച്ചാൽ ആരും സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇത്രയധികം ഞങ്ങളെ സ്നേഹിച്ചതും മനസ്സിലാക്കിയതും എന്ന് മാത്രം ഞാൻ പറയാണ്. ഒരുപാട് ഞങ്ങളെ കുടുംബത്തിനെ ഈ ഷാജിയേട്ടൻ മനസ്സിലാക്കി കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലും സന്തോഷമാണ്. എല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഒറ്റയ്ക്ക് സപ്പോർട്ടായിട്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിലൊക്കെ സന്തോഷം തന്നെയാണ്. ഈ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഇത് പറയാമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ വാക്കുകൾ പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുമോളും അനീഷേട്ടനും അമ്മയും എല്ലാവരും വിളമ്പലാണ്. ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോ അല്ലേ മുഖ്യം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഷാജിയേട്ടൻ സത്യത്തിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ, അന്തം വിട്ട് ഇരിക്കണ പോലെ ഇരിക്കുകയാണ്. അപ്പം ചോറിലിതാ സാമ്പാർ ഒഴിച്ചു കൊടുത്ത് കണ്ടോ, ഷാജിയേട്ടൻ അന്തം വിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഇനി ഇത് കഴിക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സദ്യ അടിപൊളി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുക കേട്ടോ. ഞാനിവരെല്ലാവരും ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇവർ ഇരുന്നിട്ട് വേണം എനിക്കൊന്ന് കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട്. ഇവരിരുന്ന് കഴിക്കുമ്പോഴല്ലേ ഫോണൊന്നും അവിടെ വെക്കാൻ പറ്റുള്ളൂ അല്ലേ.
അപ്പം ഷാജിയേട്ടൻ എല്ലാവരും ഇരിക്കും എന്ന് പറഞ്ഞങ്ങനെ പറയാണ്. അപ്പോൾ അമ്മ അനീഷേട്ടനും നന്ദമോളും അബിയൊക്കെ കൂടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഞാനും ഇരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാനും ഇരിക്കും. ഇതൊക്കെ തന്നെയല്ല സന്തോഷം. നമ്മളെ ചങ്കായി കരുതുന്ന ഒരാൾ വന്ന് നമ്മളെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് അതിലേറെ സന്തോഷം വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു ഫാമിലിയിലെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പായസം കുടിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെ കട്ടയ്ക്ക് എപ്പോഴും ഉണ്ടാവണേ. ബായ്.